ഞങ്ങളുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ലൈഫ് ഫോക്കസിൻ്റെ ജീവിതഗന്ധിയായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രക്ഷുബ്ധമായ ഒരു കടൽ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്, ആകാശം മുട്ടുന്ന തിരമാലകൾ, അന്ധകാരത്തിൻ്റെ നഗ്ന താണ്ഡവം. ഇതിനിടയിൽ ഒരു ചെറിയ തുരുത്ത്, ആ തുരുത്തിൽ ഒരു പാറക്കെട്ട്, ആ പാറക്കെട്ടിൻ്റെ വിള്ളലിനിടയിൽ ഒരു കുഞ്ഞു കിളിയിരുന്ന് പാടുകയാണ് മനോഹരമായൊരു ഗാനം. ഇന്നത്തെ നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്തുമ്പോൾ ആ ഒരു ചിത്രമാണ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വേദനയുടെയും വേപതുവിൻ്റെയും വിറങ്ങലിച്ച താഴ്വാരങ്ങൾ കൂടെ ഓരോ ദിവസവും സഞ്ചരിക്കുന്ന ലിയ മോൾ ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്. പ്രതിസന്ധികളുടെ ഈ പടയോട്ടത്തിനിടയിൽ എല്ലാ പ്രശ്നങ്ങളെയും വളരെ സംയമനത്തോടെ നേരിടുന്ന ലിയ മോളുടെ കഥ നമുക്കിന്ന് കേൾക്കാം. ഇത് അനേകരുടെയും ജീവിതത്തിൽ ഉണർവും ഉന്മേഷവും ഊർജവും നൽകുന്നതാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏഷ്യയിൽ തന്നെ അത്യപൂർവമായ ഒരു ഗുരുതരമായ രോഗം പ്രിയ ലിയ മോൾക്കുണ്ട്. ആ കഥകളൊക്കെ നമുക്ക് നേരിട്ട് കേൾക്കാം. സ്വാഗതം ലിയ മോൾ ലൈഫ് ഫോക്കസിലേക്ക്. ഓക്കെ, നമുക്കല്പം കുടുംബ പശ്ചാത്തലം പറഞ്ഞു തുടങ്ങാം. മോളുടെ ജന്മദേശം, നാട് എവിടെയാണ്? വയനാട്ടിലാണ്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിലാണ്. ഓക്കെ, മാതാപിതാക്കളെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ഒന്ന് പറയാമോ? പപ്പ ഖത്തറിലാണ്, ഇപ്പൊ 4 മാസമായി പോയിട്ട്. പിന്നെ മമ്മി ഹൗസ് വൈഫ് തന്നെയാണ്. പപ്പ എന്ത് ചെയ്യുന്നു? പപ്പ അവിടെ ഡ്രൈവറാണ്, ഒരു കമ്പനിയിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. മമ്മി നാട്ടിലുണ്ട്? മമ്മി നാട്ടിലുണ്ട്, എൻ്റെ ഒപ്പം ഉണ്ട്. ബ്രദർ ഇപ്പൊ ഡിഗ്രി 3rd ഇയർ. ഒരു സഹോദരനേ ഉള്ളൂ? അതെ, മൂത്തയാളാണ്. മൂത്താളാണ്. ഓക്കെ, ലിയ മോൾ ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്? ഞാനിപ്പോ +1. ഏതാ സിലബസ്? ISC സിലബസ് ആണ്. ഓക്കെ, ഇതിന് മുൻപ് 10ാം ക്ലാസ്സിൽ പഠിച്ചത് ഏത് സിലബസ് ആയിരുന്നു? ISC തന്നെയായിരുന്നു. ഓക്കെ, എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു? 71% ഉണ്ടായിരുന്നു. 71% ഉണ്ടായിരുന്നു. ഓക്കെ, 71% എന്ന് പറയുമ്പോൾ വലിയ മാർക്കൊന്നും അല്ലല്ലോ എന്നൊരു പക്ഷേ ചിലപ്പം പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. എന്നാൽ ലിയ മോൾ കടന്നു വന്ന ആ പ്രതിസന്ധികളുടെ ഗൗരവം പരിഗണിക്കുമ്പോൾ മാത്രമേ ആ മാർക്ക് എത്രമാത്രം ഗൗരവമേറിയതാണ് എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നമുക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അപ്പം ഇപ്പോൾ ലിയ മോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇപ്പൊ കറന്റ്ലി നടക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു 2 months ബാക്ക് ഒരു ഇഞ്ചുറി പറ്റിയിട്ട് റെസ്റ്റിലായിരുന്നു. ഇപ്പൊ ഫിസിയോ ചെയ്ത് മെല്ലെ മെല്ലെ വാക്കറിൽ സ്റ്റാർട്ട് ചെയ്തു നടക്കാൻ. പിന്നെ വോമിറ്റിംഗ് ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ ലീഷൻസ് വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, പെയിൻഫുൾ ആണോ ഈ എക്സ്പീരിയൻസ്? അതെ, രാത്രി ഉറക്കക്കുറവ് ഒക്കെ ഉണ്ട്. പെയിൻ കാരണം. എങ്ങനെയായിരുന്നു തുടക്കം? 2018 അപ്പൻഡിസൈറ്റിസിന്റെ ഒരു സർജറി കഴിഞ്ഞിട്ട് വയറുവേദന മാറിയില്ല. ഒരു 2 weeks കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും. അപ്പൊ 9 years. പിന്നെ 2 weeks കഴിഞ്ഞപ്പോൾ വീണ്ടും വയറുവേദന സ്റ്റാർട്ട് ചെയ്തു. അതൊരു 2 years അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പല ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തെങ്കിലും ഒരു റിലീഫ് ഉണ്ടായിരുന്നില്ല. പിന്നെ 2 years സർജറി കഴിഞ്ഞതിന് ശേഷം എന്നിട്ടും റിലീഫ് ഉണ്ടാകുന്നില്ല. ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് ഓരോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഒരു 2020 ആയപ്പോൾ ഏകദേശം കുറഞ്ഞു തുടങ്ങി. ആ ടൈമിലാണ് ഒരു 1 day ഞാൻ എഴുന്നേൽക്കുമ്പോൾ ലീഷനായിട്ട് എഴുന്നേക്കുന്നത്. രാത്രി കിടക്കുന്നത് വരെ വലിയ ഇഷ്യൂ ഇല്ല. നെക്സ്റ്റ് ഡേ എഴുന്നേറ്റപ്പോൾ ചുണ്ടില് ചെറിയൊരു ക്രാക്കൊക്കെ വീണ്, ചുണ്ടിൽ പൊട്ടൽ വീണു. രാത്രി കിടക്കുന്നത് വരെ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ. നെക്സ്റ്റ് ഡേ എഴുന്നേറ്റപ്പം ചെറിയ ഇങ്ങനെ ഒരു ലീഷൻ വന്നു. അങ്ങനെ പിന്നെ അത് ഒരു 4 months എടുത്തു ഹീലിങ്ങിന്. നെക്സ്റ്റ് ഡേ അത് ഹീലായി തുടങ്ങിയപ്പോൾ നെക്സ്റ്റ് വൂണ്ട് അടുത്ത സ്ഥലത്ത് വന്നു. അതങ്ങനെ മാറി മാറി വന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവുണ്ടായോ? പല ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ്, ഷോൾഡർ, അങ്ങനെ മാറി മാറി വരും. ഒരു വൂണ്ട് ഹീലാവുമ്പോൾ നെക്സ്റ്റ് വണ്ണ് വരും. അപ്പോൾ അത് സ്കൂളിൽ പോക്കൊക്കെ നടക്കുമായിരുന്നോ? സർജറിക്ക് ശേഷം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല. വീക്ക്ലി വൺസ് ഒക്കെ ട്വൈസ് ആയിട്ട് പോവും. പിന്നെ വയ്യാണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു പൊക്കോണ്ടിരുന്നത്. പിന്നെ ഈ മുറിവ് പെട്ടെന്ന് കരിയില്ല? ഇല്ല, അതിനൊരു 2 to 6 months ഹീലിങ്ങിന് ടൈം എടുക്കാറുണ്ട്. ഒരു മുറിവ് അത് ഹീലായി വരുമ്പോഴത്തെ അടുത്ത സ്ഥലത്ത് മുറിവുണ്ടാവും. പിന്നെ എന്തുകൊണ്ട് വരുന്നു എന്നുള്ള അറിയില്ല. ഇല്ല, അതിപ്പോ ഒരു കുറച്ച് നാൾ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലായിരുന്നു. ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. ഇപ്പൊ ഒരു 3 years ബാക്കാണ് ഡയഗ്നോസ് ചെയ്തത്. ബെഷറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓട്ടോഇമ്മ്യൂൺ അറ്റാക്ക് ആണത്. ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഒരു പ്രശ്നമാണ്. മോള് സൂചിപ്പിക്കുകയും ചെയ്തു അല്ലേ? അതിപ്പോ ഒരു 9 months ആയിട്ടുള്ളൂ. IBD ആണ്, ക്രോൺസ്. 1-2 മാസം കൂടിയിരിക്കുമ്പോഴേ വയറ്റിൽ നിന്ന് പോകത്തുള്ളൂ അല്ലേ? ഒരു 2 months കഴിയുമ്പോൾ പോവില്ല. നമ്മൾ ബാംഗ്ലൂരാണ് ട്രീറ്റ്മെന്റ്. അവിടെ ചെന്ന് ഹൈഡ്രോകൊളോൺ. ഹോസ്പിറ്റലിൽ പോകണം? ഹോസ്പിറ്റലിൽ പോയിട്ട് ഹൈഡ്രോകൊളോൺ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റിലാണ്
ഓക്കെ ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടോ? കഴിക്കാൻ പറ്റുമോ? കഴിക്കും, പക്ഷെ ഉടനെ വൊമിറ്റ് ചെയ്യും. നോർമൽ കഴിക്കുന്നെല്ലാം വൊമിറ്റ് ചെയ്യും. അതെ, നോർമൽ വാട്ടർ ഒഴികെ ബാക്കിയെല്ലാം തിരിച്ചു വൊമിറ്റ് ചെയ്യും. വേറെ ഒന്നും ടോളറേറ്റബിൾ അല്ല. ഈ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് ബോഡി വീക്ക് ആയിട്ട് ഡിസ്ലൊക്കേഷൻ വരുന്നതാണ്. ജോയിന്റ്സ് ഒക്കെ ഡിസ്ലൊക്കേറ്റ് ആവും. ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്താൽ അനങ്ങുകയാണെങ്കിൽ കൈയുടെ മുട്ട്, തോള്, ബ്രസ്റ്റ് ഒക്കെ, കാലും ഒക്കെ സംഭവിക്കും. നീ ഒക്കെ ഡിസ്ലൊക്കേഷൻ വരാം. പിന്നെ എങ്ങനെ അത് തിരിച്ചു പിടിച്ചിടുക? ഞാൻ തന്നെ തിരിച്ചു പിടിച്ചിടലാണ്. പിന്നെ ലാസ്റ്റ് ടൈം ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. അങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ ട്വിസ്റ്റ് ആയിട്ട് ലിഗമെന്റും മസിലും ട്വിസ്റ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടാണത് നേരെയാക്കിയത്. ആ ടൈമിലാണ് ACL ചെറിയൊരു ടീർ സംഭവിച്ചു. അവര് വലിച്ചിട്ട സമയം. അപ്പോ ഈ അതിഭയങ്കരമായ വേദന ആയിരിക്കുമല്ലോ ഈ ഘട്ടങ്ങളൊക്കെ അല്ലേ? പിടിച്ചിടുമ്പോഴൊക്കെ വേദന ഉണ്ടായില്ലേ? വേദനയുണ്ട്. അത് റിലീസ് ചെയ്താലും കുറച്ച് നാളത്തേക്ക് ഒരു 2-3 ഡേയ്സിന് പെയിൻ ഉണ്ടാവും. പിന്നെ അതങ്ങ് കുറയും. അല്ലാണ്ട് ബോഡി പെയിൻ ഒക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് സ്കൂളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. എനിക്ക് അധികം നേരെ ഇരിക്കാൻ പറ്റത്തില്ല. ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു 1 hour 2 hour മാക്സിമം ഇരിക്കും. അത് കഴിഞ്ഞ് ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ. ഇത് കൂടാതെ മറ്റെന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ എടുത്തു പറയാനുണ്ടോ? ഞാനൊരു 1.5 year പാരലൈസ്ഡ് ആയിരുന്നു 2020 തൊട്ട്. അതിങ്ങനെ മസിൽ വീക്ക്നെസ് വന്ന് അരയ്ക്ക് താഴോട്ട് മൊത്തം പാരലൈസ്ഡ് ആയിരുന്നു. കിടപ്പായിരുന്നു ഒരു 1.5 year. പിന്നെ ഇപ്പൊ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 months ആയതേ ഉള്ളൂ. അപ്പൊ ഏത് പ്രായത്തിലാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്? അത് 9 years 9 വയസ്സ്. ഇപ്പൊ ഒരു 5-6 വർഷമായി. 7 വർഷമായി. 7 വർഷമായിട്ട് ഈ പ്രശ്നങ്ങൾ കൂടി ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന് മറ്റൊന്ന് ഇങ്ങനെ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ. എവിടേക്കായിരുന്നു ഈ നാളുകളിൽ ചികിത്സ? ഇപ്പോ ബാംഗ്ലൂരാണ് കറന്റ് ചെയ്യുന്നത്. അതിന് മുന്നേ വലിയൊരു പല സ്ഥലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ചികിത്സ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ അല്ലേ? അതെ, നമുക്കൊരു 4 days $1 lakh എക്സ്പെൻസ് വരും. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പൊക്കോണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 2-3 months ആയിട്ട് പോയിട്ടില്ല. എനിക്ക് ഇഞ്ചുറി പറ്റിയതുകൊണ്ട് ട്രാവൽ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു 2.5 months ആയിട്ട് പോയിട്ടില്ല. ഇപ്പോൾ കറന്റ് ബാംഗ്ലൂരുള്ള ട്രീറ്റ്മെന്റ് ആണ്. അവിടെ ഇന്റഗ്രേറ്റീവ് മെഡിസിനും ഫങ്ഷണൽ മെഡിസിൻ, നാച്ചുറോപ്പതി എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ്. അതെ. അപ്പോൾ ഗ്യാസ്ട്രോളജിസ്റ്റും പീഡിയാട്രീഷ്യനും സർജറും ഓൺകോളജി ഡിപ്പാർട്ട്മെന്റും എല്ലാവരും കൂടെ കൂടിയാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോള് പറഞ്ഞു പലയിടത്താണ് ചികിത്സ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. വെല്ലൂര്, ബാംഗ്ലൂര്, പിന്നെ ഇപ്പോൾ പത്തനാപുരത്ത്, പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ ചികിത്സ എത്ര നാൾ ഇനി മുന്നോട്ട് പോകേണ്ടി വരും? ഇത് ക്യൂറബിൾ ഡിസീസ് അല്ല. അപ്പോൾ ലൈഫ് ലോങ് ആയിട്ടുള്ള മെഡിക്കേഷൻ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അതൊരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ? അതെ, നമുക്ക് നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു വീക്ക്ലി ഒരു 4 days നമ്മൾ അഡ്മിറ്റ് ആയാൽ നമുക്കൊരു 1 lakh എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പല ദിവസങ്ങളിലും ആവശ്യമുണ്ടെങ്കിലും പോയി അഡ്മിറ്റ് ആകുന്നില്ല? ഇപ്പോൾ ഒരു 2.5 months ആയിട്ട് പോയിട്ടില്ല. കാരണം 4 ദിവസം അവിടെ കിടന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയോളം ചിലവാകും എന്നുള്ളതുകൊണ്ട് അല്ലേ? ഓക്കെ, അതൊരു വലിയ ക്രൈസിസ് ആണ്. പക്ഷെ എങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് നടത്തുന്നു, ഇത്രത്തോളം നടത്തി അല്ലേ? ഓക്കെ. എന്ന് വെച്ചാൽ കൂട്ടുകാരൊക്കെ കാണുമല്ലോ അല്ലേ, കൂടെ പഠിക്കുന്നവരൊക്കെ? എനിക്ക് സ്കൂളിൽ ഫ്രണ്ട്സ് കുറവാണ്. പിന്നെ അല്ലാണ്ട് ആണ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ്. എങ്കിലും മറ്റു പല കൂട്ടുകാർ അല്ലെങ്കിൽ പരിചയമുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ ഓടിച്ചാടി നടക്കുമ്പോൾ നമുക്കത് സാധിക്കുന്നില്ല. അത് പ്രതിസന്ധിയാണ്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, എന്താ വാട്ട് ഈസ് യുവർ അംബിഷൻ? എന്താണെന്നുള്ളതാണ് ആഗ്രഹം? ഇപ്പം മോള് 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർ ആവണമെന്നാണ്, മെഡിക്കൽ ഫീൽഡിനോട് തന്നെയാണ് ഇൻട്രസ്റ്റ്. ശരി. ഏത് മേഖലയിൽ പ്രശ്നമുണ്ടോ അതേ മേഖലയിൽ തന്നെ പ്രാഗൽഭ്യം തെളിയിക്കുക എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുരുക്കത്തിൽ അത്ര സാധാരണമല്ലാത്ത നിരവധി പ്രശ്നങ്ങൾ മോളെ അലട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ മധ്യത്തിലും എങ്ങനെയാണ് പുഞ്ചിരിയോടെ ഈ പ്രശ്നങ്ങളെ മനോധൈര്യത്തോടെ ഇതിനെ നേരിടാൻ പറ്റുക? എങ്ങനെ? മോളിപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. എങ്ങനെ ഈ പ്രോബ്ലംസ് എല്ലാം ഉള്ള ഒരാൾക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു? എങ്ങനെ മനോധൈര്യത്തോടെ ഇതിനെ നേരിടാൻ കഴിയും? പ്രാർത്ഥന തന്നെയാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത്. 2018 ഞാൻ രക്ഷിക്കപ്പെട്ടത്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ആ പാപത്തിന് ഒരു പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാ മനുഷ്യരും പാപികളാണ്. ആ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അതിൽ നിന്ന് മോചനം നേടാൻ യേശുക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. യേശുവിന് മാത്രമേ നമുക്ക് രക്ഷ നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് യേശുവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു അല്ലേ? യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞ് ഞാൻ
ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. കണ്ടിന്യൂസ് 7 years ആയിട്ട് ട്രീറ്റ്മെന്റിലാണ്. പിന്നെ ഞാൻ സ്നാനപ്പെടണം എന്ന് സാക്ഷ്യം പറഞ്ഞെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് അതിനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2023 ഞാൻ സ്നാനപ്പെടണം എന്നുള്ളത് ഒന്നും കൂടി പറഞ്ഞു. സ്നാനപ്പെട്ടു. അതിനുശേഷം ഒരാഴ്ചയാണ് എനിക്ക് പോവാൻ പറ്റിയിട്ടുള്ളൂ ആരാധനയ്ക്ക്. ഒരാഴ്ച മാത്രമേ യോഗത്തിന് പോകാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കായപ്പം പാരലൈസ്ഡ് ആയി. പിന്നെ ഒരു 1.5 year എനിക്ക് ആരാധനയ്ക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഇയറാണ് ഡിസംബർ ആയപ്പോൾ പിന്നെ നടന്നതും വീണ്ടും ന്യൂ ഇയറിൽ വീണ്ടും ചർച്ചിൽ പോകാൻ ആരാധന. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ തന്നെയാണ് കർത്താവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇടയായത്. അതെ. പക്ഷേ എങ്കിലും മോൾക്ക് ധാരാളം പ്രശ്നങ്ങൾ, മറ്റു പലർക്കും ഇല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ യേശുവിനെ തള്ളിപ്പറയാൻ തോന്നിയില്ല? അല്ലെങ്കിൽ എന്തിന് ഇങ്ങനെ, വൈ ഷുഡ് യു ഫോളോ ഹിം? എന്തിനാ അതിൻ്റെ ആവശ്യകത എന്താ? ഒരിക്കലും തള്ളിപ്പറയാൻ തോന്നിയിട്ടില്ല. കാരണം അതിനോ സ്പെഷ്യൽ പേഴ്സൺസിനാണ് ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുള്ളൂ. അപ്പം ടോട്ടലി നോക്കുമ്പം ഞാൻ എപ്പോഴും പറയും ഞാനൊരു റെയർ ആയിട്ടുള്ള ഒരാളാന്ന് ഞാൻ പറയും. കാരണം എനിക്ക് കിട്ടിയത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റ് ഏറ്റുവാങ്ങാൻ കഴിവുണ്ടെന്ന് ദൈവത്തിന് ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇത് തന്നത് അല്ലേ? ഒരുപക്ഷെ എനിക്കോ മറ്റുള്ളവർക്കോ കൊടുക്കാത്ത പല ഗിഫ്റ്റും ആ നിലയിൽ ദൈവം നൽകി. സോ യു കൗണ്ട് ഇറ്റ് ആസ് എ ഗിഫ്റ്റ് അല്ലേ ഈ അസുഖങ്ങളെയും? അതെ, ദൈവം നൽകിയ ഒരു അസുഖമായിട്ട്, ഒരു സമ്മാനമായിട്ടാണ് കരുതുന്നത്. അതെ, കാരണം എല്ലാവർക്കും കൊടുക്കുന്നില്ല ഇതൊന്നും. സഹിക്കാൻ പറ്റുന്നവർക്കാണ് ദൈവം അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കാറുള്ളൂ. ഓക്കെ. ഈ സമ്മാനം എന്ന് പറയുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞു കേട്ട അനുസരിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആസ്വാദ്യതയുണ്ട് അല്ലേ? ദൈവമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുക്കാനിടയാവുന്നുണ്ടോ? അതെ, കാരണം പല രാത്രികളും ഉറക്കമില്ലാത്ത രാത്രികളിൽ നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പം നോർമലി ഒരാളാണെങ്കിൽ എന്നും പ്രാർത്ഥിക്കുന്നതിൽ പ്രാർത്ഥിക്കും പോവും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ അവസരം ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് അല്ലേ? മോടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അതിനിടയ്ക്ക് ഒരു ഹോബി എന്താണെന്നുള്ള ചോദ്യം അർത്ഥവത്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് മറ്റ് പഠനമല്ലാതെ മറ്റ് കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഏർപ്പെടാറുള്ളത്? പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള. പാട്ട് കേൾക്കും. ഓക്കെ. ഏത് പാട്ടുകളൊക്കെയാണ് കൂടുതൽ താല്പര്യം? ഞാൻ റെക്സ് മീഡിയയുടെ പാട്ടുകൾ കേൾക്കും. ഏതാണ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സോങ്? അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളി ലോകെ. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളി ലോകെ. അങ്ങയിലല്ലാതെ വേറെ ഇല്ലെന്ന് ആശ്രയം. വണ്ടർഫുൾ. അത് എത്ര അർത്ഥപൂർണ്ണമാണല്ലേ? ദൈവത്തെ പോലെ വേറൊരാൾ നമുക്കില്ല ആശ്രയിക്കാൻ. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മതിയായവനാണ് ദൈവം. ഓക്കെ. ഞാൻ ഒരു ഉപചോദ്യം ചോദിക്കുകയാണ്. മോള് എപ്പോഴും ചിരിയോടെ ഇരിക്കുന്നു ഞാൻ മുമ്പ് നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ കരയാറില്ലേ? ഈ എന്തുമാത്രം പ്രശ്നങ്ങളാണ്, ദിനം തോറും നിമിഷം തോറും കരയാൻ ഉള്ള അവസരങ്ങളാണുള്ളത്. കരച്ചിലില്ലേ? ഞാൻ പൊതുവെ കരയിലൊക്കെ കുറവാണ്. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇനി പെയിൻ വന്നാലും ഇനി മെന്റലി ഇച്ചിരി സ്ട്രെസ് അല്ലെങ്കിൽ ഡൗൺ ആയാലും അങ്ങനെ കരയിലൊന്നുമില്ല. എന്താ കാരണം? കർത്താവ് കരുതുന്ന കർത്താവാണ്. അപ്പം കരുതുന്നവൻ ഞാനല്ലയോ അല്ലേ? അപ്പം അങ്ങനെ കരയേണ്ട ഒരു ആവശ്യം എനിക്ക് അങ്ങനെ വരാറില്ല. എല്ലാ കാര്യവും ഏത് പ്രതികൂല ഘട്ടങ്ങളിലും കർത്താവ് കൂടെ ഉണ്ട്, കർത്താവ് കരുതും എന്ന ഉത്തമ ബോധ്യം. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചു. യേശുവിനെ കുറിച്ച് പൊതുവേ ഉള്ള ധാരണ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ പാപക്ഷമയ്ക്ക് വേണ്ടി ചില കർമ്മങ്ങൾ, ചില കാര്യങ്ങൾ ഈ കാൽവരി ക്രൂശിൽ മരിക്കുക ചെയ്തു എന്നുള്ള നിലയിലാണ്. അതിലുപരി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ യേശുവിലൂടെ നമുക്ക് സാധ്യമാകുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ യേശു മതിയായവൻ, അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ വെല്ലൂരായിരുന്ന ടൈമിൽ എൻ്റെ കണ്ടീഷൻ ഇച്ചിരി മോശമായിരുന്നു. അതായത് വായിലൊക്കെ ലീഷൻസ് വന്നു. എനിക്ക് സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു സിറ്റുവേഷൻ. ഇൻടേക്ക് ഇല്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൊക്കെ കിടന്നിട്ടുണ്ട്. ആ ടൈമിൽ എന്നെ കുറച്ച് ഡൗൺ ആക്കിയ സിറ്റുവേഷനും വന്നിട്ടുണ്ട്. കാരണം രാത്രി കഴിഞ്ഞാൽ കണ്ണടയ്ക്കാൻ ഒരു ഭയം, പിന്നെ തുറക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു രീതിയിൽ വരെ പോയിട്ടുണ്ട്. കാരണം അവിടെ ചെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വന്നപ്പം എന്താണ്
എന്ന് ചിന്തിച്ച രാത്രിയുണ്ട്. ഉറങ്ങാൻ പേടിച്ച് പപ്പേനെയും ഉറക്കാണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരുന്നൊരു ടൈം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ റിയലൈസ് ചെയ്തു, വീണ്ടും പഴയതുപോലെ തന്നെ കർത്താവ് തന്നതാണ്. ഹി ക്യാൻ ക്യൂർ ഇറ്റ്. ഓക്കെ. അപ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശുക്രിസ്തു മതിയായവനാണ്, ഹീസ് ആൻസർ ഫോർ ഓൾ യുവർ പ്രോബ്ലംസ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? കഴിയും. അതെ, കാരണം പല ടൈമിൽ നമുക്ക് ഇതല്ലാണ്ടും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ, കാരണം ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, നെക്സ്റ്റ് ഡേ എങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കും എന്ന് വരെ ചിന്തിച്ചിരുന്ന ടൈമിൽ കറക്റ്റ് ആ ഡേ മോർണിംഗ് ആകുമ്പോഴേക്കും അത്ഭുതകരമായിട്ട് അതെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. വെല്ലൂര് പോകാൻ പറ്റാണ്ട് ഒരു 3 മാസത്തോളം എനിക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് ഞാൻ വീട്ടിലായിരുന്നു. ആ ടൈമിൽ ഇതുപോലെ തന്നെ കറക്റ്റ് ആ സിറ്റുവേഷൻ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ നടന്നു. ദൈവം എല്ലാ ഘട്ടങ്ങളിലും മതിയായവനാണ് അല്ലേ? ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് പ്രോബ്ലംസ്, ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ ടച്ച് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് പലർക്കും കഴിയാത്തൊരു കാര്യമാണ് ആ ടച്ച് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സമാനമായ ഒട്ടേറെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ടാവാം നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയുള്ളവരുടെ മോക്ക് എന്താ പറയാനുള്ളത്? പ്രാർത്ഥിക്കുക, അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമുക്കൊരു ശരിയാണ്, മനുഷ്യരാണ്, നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരും. പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഹി ഗിവൺ ആൻഡ് ഹി ക്യാൻ ക്യൂർ ഇറ്റ്. ഞാൻ എപ്പോഴും ആ കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ലോകത്ത് കർത്താവ് 3.5 വർഷമായിരുന്നപ്പോൾ പ്രവർത്തനം ചെയ്ത 3.5 വർഷം അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അത്ഭുതകരമായിട്ട് വേണമെങ്കിൽ കർത്താവിന് സൗഖ്യമാക്കാം. ചില അവസരങ്ങളിൽ കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ചില അവസരങ്ങളിൽ കർത്താവ് ചിലപ്പോൾ ഡിലേ വരുത്തിയിട്ടുണ്ട്. ബട്ട് ഡിലേ ഈസ് നോട്ട് ഡിനയൽ അല്ലേ? തള്ളിക്കളയുന്നില്ല. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു നമുക്ക് കർത്താവിനോട് വസിക്കുക. അവനെന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കുമെന്നാണ് യോബ് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവിൻ്റെ ദാനത്തേക്കാൾ ഉപരി ദാതാവിനെ ഞാൻ സ്നേഹിക്കുന്നു അല്ലേ? ആ ബോധ്യമാണോ മോളെ മുന്നോട്ട് നയിക്കുന്നത്? ഞാൻ ബൈബിളിൽ ഒരു വാക്യണ്ട്, ഏഷ്യ 60:22. അതിനകത്തുണ്ട്, വെൻ ദ റൈറ്റ് ടൈം ഐ ലോഡ് വിൽ മേക്ക് ഇറ്റ്. ആബ്സല്യൂട്ട്ലി, ആമേൻ. അപ്പം ആ ഒരു കാര്യം ഞാൻ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു, എന്തുകൊണ്ട് അപ്പൊ ക്യൂർ ആവുന്നില്ല? അപ്പൊ ഇത്രയും നാളായില്ലേ, എന്തുകൊണ്ട് ക്യൂർ ആയില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന കാര്യമാണ്, റൈറ്റ് ടൈം വരുമ്പോൾ അത് ക്യൂർ ആവും ദൈവത്തിന്റെ സമയത്ത്. അതെ, ഗോഡ് ഹാസ് എ ടൈം ഫോർ എവരിതിങ്. അതെ. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ തന്നെ അത് കിട്ടിക്കോണമെന്നില്ല, പക്ഷെ അത് കിട്ടുമ്പോൾ അത് അത്രയും പ്രിഷ്യസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ലിയാമോളുടെ ഈ ശുഭപ്രതീക്ഷ ഞങ്ങൾ അനേക പ്രേക്ഷകർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനൊരു അവസരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പ്രതിസന്ധികളുടെ ഒരു കൂടാരത്തിലാണ് പ്രിയ ലിയാമോൾ പാർക്കുന്നത് എന്ന് നാം കേട്ടു. എന്നാൽ അഗ്നിച്ചൂളയ്ക്ക് സമാനമായ ഈ അനുഭവങ്ങൾ ഒന്നും വിധിയുടെ വിളയാട്ടമല്ല എന്നും ദൈവത്തിങ്ങളെ തന്നെ കൂടുതൽ അടുപ്പിക്കുവാൻ ദൈവം തന്നെ അനുവദിച്ചിരിക്കുന്ന പല്ലക്കുകളാണെന്നും കരുതുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അഗ്നിയിൽ സ്ഫുടം ചെയ്ത ഈ ജീവിതാനുഭവങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കരുത്തുള്ളതാക്കട്ടെ, കരുപ്പിടിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രതിസന്ധികളെ എങ്ങനെ പ്രത്യാശയോടെ തരണം ചെയ്യണം എന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ലൈഫ് ഫോക്കസുമായി ബന്ധപ്പെടുക.